ഇതാണ് നമ്മുടെ ഫാമിലേക്ക് വരുന്ന വഴി. അപ്പൊ നമ്മുടെ വഴിയിലേക്ക് തന്നെ ഇതാ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം നല്ല രീതിയിൽ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ വർഷം സ്റ്റാർ ഫ്രൂട്ടിൽ ധാരാളം കായ്കളുണ്ട്. ഇതാ അത്യാവശ്യം നല്ല കായ്കളാണ്. ഇവിടെ കണ്ടില്ലേ, പച്ചയുണ്ട്, പഴുത്തതുണ്ട്. ഈ വർഷം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ കായ്കൾ. എല്ലാ ഫ്രൂട്ട്സ് ഈ വർഷം കൂടുതലുള്ള പോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പം ഇതിന്റെ മരത്തിൽ നല്ല ഇലയുള്ള സമയമായിട്ട് അപ്പം ഇലയുണ്ട്. അപ്പൊ അതിന്റെ വെയിറ്റും ഈ കായുടെ വെയിറ്റ് ഒക്കെ ആയിട്ട് മരം ഒന്ന് കാറ്റിന് ചെറുതായിട്ട് ചെരിഞ്ഞിരുന്നു. ഇപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഇതിന്റെ അടി ഇങ്ങനെ പൊതിർന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെരിഞ്ഞ് ഇപ്പൊ റോഡിന്റെ ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ പകുതി ഭാഗത്തേക്ക് മരം എത്തിയിട്ടുണ്ട്. ഇതൊന്ന് വലിച്ചു കെട്ടിയില്ലെങ്കിൽ ഇതിന്റെ വേരിന് വളരെ ഉറപ്പ് കുറവാണ്. പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്, അടി പറഞ്ഞു വീഴും. ഇപ്പൊ ഇന്ന് നിതിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട് ഞാനിത്. എന്താ വെച്ചാൽ രണ്ടാൾ വേണം, നല്ല വലിച്ച് ടൈറ്റ് ചെയ്താൽ മാത്രമല്ല വലിയ കയറിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മാത്രമേ നീർന്ന് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ഇതിൽ തന്നെ റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുക. നമ്മൾ വണ്ടികളൊക്കെ വീട്ടിലേക്ക് വണ്ടിയൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇന്നലെ വീണ്ടും കുറച്ചുകൂടെ ചെരിഞ്ഞിട്ടുണ്ട് മഴ കൂടിയായിരുന്നത്. അവിടെയൊക്കെ നല്ല കായ്കൾ ഈ കൊമ്പിലാട്ടങ്ങൾ. ഈ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ ഫാമിലേക്കൊക്കെ വരുന്ന വഴിയുടെ സൈഡിലാണ് കൂടുതൽ കായ്കൾ ഉള്ളത്. അത്യാവശ്യം നല്ല കായ്കളാണ്, ആ ഒരു വെയിറ്റും ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് നീർത്തണം. അപ്പം കയറിട്ട് വലിച്ചിട്ട് ഒന്ന് വലിച്ച് കെട്ടിയാൽ മാത്രമേ ഇത് ഒന്ന് ലെവലായി കിട്ടുകയുള്ളൂ. ഇത് ഇനി കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരാതൊക്കെ നിൽക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും കയറൊക്കെ ഇട്ടൊന്ന് കെട്ടാം. ഇവിടെ കയറ് ഉപയോഗിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം മണ്ണുള്ള കയറാട്ടോ. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ വലിക്കണം. പിന്നെ ഇത് കയർ അങ്ങോട്ട് ഇടും, ഇതിന് ഇപ്പുറത്തോട്ട് ഇടും. ആ ഗ്യാപ്പിലിട്ട വരെ. പിന്നെ ഇതിനോട് വലിച്ചു പിടിച്ചിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് അതൊരു പ്ലാവിന്റെ മരം ഉണ്ട്, അതിലോട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കി പിടിക്കണം. ഈ കയറാട്ടോ. അപ്പൊ നമുക്ക് ഈ കയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഞാവലിന്റെ മരമാണ്. അപ്പൊ അതിനൊരു ചെറിയ ചെരുവുണ്ട്. അപ്പൊ അത് നീർന്ന് കിട്ടും. അതിന്റെ മുൻവശത്തു കൂടി ഈ കയറിട്ടിട്ട് ഇതാ ആ പ്ലാവിനായിട്ട് വലിച്ചു കെട്ടുണ്ട്. ഇതിന്റെ പ്ലാവിന് വലിയ ആ പ്ലാവിനിട്ട് പിടിച്ചു. പ്ലാവിന് ടൈറ്റ് ആക്കി പിടിച്ചിട്ടുണ്ട്. മരം വലിച്ചു നിർത്തുകയാണ്. ഒറ്റ വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മരം വലിച്ചിട്ടുണ്ട്. ഇവിടെ ടൈറ്റ് ആക്കുക, ഇവിടെ ലോക്ക് ആക്കാം. വേറെ ഇളകിയോണ്ട് പെട്ടെന്ന് തന്നെ മരം നീർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടൈറ്റ് ചെയ്ത് കെട്ടിയാലേ ഇനി മരം മുന്നോട്ട് പോകാതിരിക്കുള്ളൂ. നിനക്ക് പിടിച്ചോ. അത്യാവശ്യം മരം നല്ല നീർന്നിട്ടുണ്ട്. ഇതിൽ തന്നെ വലിച്ചു കെട്ടോ. പിന്നെ വേര് നല്ല ഇളകിയോണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒറ്റ വലിക്കാനെ കിട്ടിയത്. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മരം വേര് സെറ്റായി പോയിട്ടില്ല. സെറ്റായി കഴിഞ്ഞാൽ വലിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാ. ആദ്യമുള്ള ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാലും കായകൾ അങ്ങ് അപ്പുറം സൈഡിലുള്ളതുകൊണ്ട് കൂടുതലൊക്കെ നിൽക്കുന്നതൊക്കെ ആ ഭാഗത്തോട്ടാണ്. എന്നാലും മരം നീർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം നല്ല രീതിയിൽ തന്നെ നീർന്നിട്ടുണ്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കായ്കളെ വീണിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ നല്ല പാകമായിട്ട് പറിച്ചെടുക്കുന്നതിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്യും. ഇത് അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റ്. നമ്മൾ ഇതിന്റെ മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ പറിക്കുന്നതിന്റെ മറ്റൊരു വീഡിയോ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മരം നല്ല രീതിയിൽ തന്നെ നീർന്ന് കിട്ടിയിട്ടുണ്ട്.